TTC വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയും മതമാറ്റ ശ്രമമുണ്ടായെന്ന ആരോപണത്തെക്കുറിച്ചും NIA അന്വേഷണം ഉടനുണ്ടാവില്ലെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. NIA അന്വേഷണത്തിന് ചില നടപടിക്രമങ്ങൾ പൂർത്തിയാകേണ്ടതുണ്ട്. മരിച്ച യുവതിയുടെ മാതാവും BJPയും NIA അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കറുകടത്ത് TTC വിദ്യാർത്ഥിനിയായ 23-കാരി ആത്മഹത്യ ചെയ്തത് നിർബന്ധിത മതപരിവർത്തന ശ്രമത്തെ തുടർന്നാണെന്നും ഇതേക്കുറിച്ച് NIA അന്വേഷിക്കണമെന്നും പെൺകുട്ടിയുടെ മാതാവും BJP നേതാക്കളും ആവശ്യപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മറുപടി പറഞ്ഞത്. ആവശ്യം തള്ളിക്കളയാതിരുന്ന അദ്ദേഹം അന്വേഷണം പ്രഖ്യാപിക്കണമെങ്കിൽ കൃത്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും പറഞ്ഞു. FIRലെ വിവരങ്ങളും പരാതിയിലെ വിവരങ്ങളുമെല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് തീരുമാനമെടുക്കുന്നത്. NIAയുടെ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രീയ നിലപാടിന്റെ അടിസ്ഥാനത്തിലല്ല. ഇതെല്ലാം പ്രൊസീജിയറല്ലേ. FIRന്റെ ഇവിടുത്തെ റിപ്പോർട്ട്, ഇവരുടെ പരാതിയിൽ എന്തൊക്കെയുണ്ട്, ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തൊക്കെയുണ്ട്, അത് FIRൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, പിന്നെ ഇവർ DGPക്ക് കൊടുക്കുന്നുള്ള ഒരു പ്രൊസീജിയറാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനൊരു പൊളിറ്റിക്കൽ ഇടപെടലില്ലല്ലോ. NIA ഇടപെടുന്നതിന് അതിനൊരു വളരെ ക്ലിയർ ആയിട്ടുള്ള നിയമവും പ്രൊസീജിയറും ഉണ്ട്. ആ തലത്തിൽ എത്തിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ എത്തുള്ളൂ. ഇപ്പോൾ ആ നിലവിലേക്ക് എത്തിയിട്ടില്ല. അത് എത്തിക്കഴിഞ്ഞിട്ട് മാത്രമേ അതിൻ്റെ ഒരു നടപടിക്രമങ്ങളിലേക്ക് വരൂ. പ്രണയ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ശാരീരിക മാനസിക പീഡനങ്ങൾ തടയാൻ സംസ്ഥാന സർക്കാർ നിയമമുണ്ടാക്കണമെന്ന് ജോർജ് കുര്യൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഈ കാര്യത്തിൽ ഇത് വ്യാപകമായിട്ട് പുതിയ തലമുറ പ്രേമിക്കുന്നുണ്ട്. പക്ഷേ കണ്ടീഷനിലേക്ക് വരികയും കണ്ടീഷൻ കുഴപ്പമില്ല, ഫിസിക്കലായിട്ടുള്ള ആക്രമണങ്ങൾ, മർദ്ദിക്കുക, ഇതിനുവേണ്ടി ഒത്തിരി കേസുകൾ നമുക്കറിയാം, മർദ്ദിക്കുന്നു. അപ്പോൾ ഇത് തടയുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ നിയമം കൊണ്ടുവരണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ഇന്ന വേഷം ധരിക്കണം. അതൊക്കെ വിവാഹത്തിന് മുമ്പ് തന്നെ പറയുകയാണ്. അതിൻ്റെ പേരിൽ സ്വാഭാവികമായിട്ടും പ്രേമമായതുകൊണ്ട് അവർക്കൊരു അപ്രോച്ചിനുള്ള ഇത്, വിവാഹം മറ്റേ രീതിയിൽ ആലോചിക്കുന്നില്ല, അതുണ്ടാവില്ല. പക്ഷേ ഇവർക്കൊരു അടുപ്പം ഉണ്ടാവും. അതൊരു നിയമപരമായിട്ടുള്ള ബോണ്ടൊന്നുമല്ല. ഈ സ്നേഹം ഒരു കയറി ഫിസിക്കലായിട്ട് ആക്രമിക്കാനുള്ള ഒരു ലൈസൻസ് ഒന്നുമല്ല. അപ്പോൾ എന്തിൻ്റെ പേരിലായാലും വിവാഹത്തിന് മുമ്പ് ഇതുപോലെയുള്ള മർദ്ദനം, മാനസികമായിട്ടുള്ള പീഡനം, ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള പീഡനം തടയാൻ വേണ്ടി നിയമം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. BJP നേതാക്കളായ PP സജീവ്, ET നടരാജൻ, സൂരജ് ജോൺ തുടങ്ങിയവരും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. GTV ന്യൂസ്, കോതമംഗലം.